ഹായ് ഫ്രണ്ട്സ്, കണ്ണപ്പ എന്ന പുതിയൊരു മൂവിയുടെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകേഷ് കുമാർ സിംഗ് എന്ന ഏതോ ഒരാളാണ് ഈ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, തെലുങ്കിലെ ലെജൻഡറി നടനായ മോഹൻ ബാബു ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ മകനായുള്ള വിഷ്ണു മഞ്ജു ആണ് ഇതിലെ പ്രധാന നായകൻ, ഉണ്ടാക്കാനായുള്ള ഒരു നായകൻ എന്ന് തന്നെ പറയാം. അതുപോലെ വിഷ്ണു മഞ്ജുവിൻ്റെ സിസ്റ്ററായിട്ടുള്ള ലക്ഷ്മി മഞ്ജു ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ മലയാളിയായിട്ടുള്ള സ്റ്റീഫൻ ദേവസിയാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു ഊളപ്പടം എന്ന് തന്നെ പറയാം, പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പടം അങ്ങനെയാണ്. എനിക്ക് തോന്നിയത് ഇതൊരു എ ഐ ക്രിയേഷൻ പടം ആണെന്നാണ്. പ്രഭാസ്, അതുപോലെ തന്നെ ലാലേട്ടൻ, അക്ഷയ് കുമാർ, കാജൽ അഗർവാൾ, മോഹൻ ബാബു എന്നിങ്ങനെയുള്ള പ്രധാന നടന്മാർ അടങ്ങിയ ഒരു മൂവിയാണ് കണ്ണപ്പ. എന്നാൽ അക്ഷയ് കുമാർ ശിവനായിട്ടും കാജൽ അഗർവാൾ പാർവതി ആയിട്ടുമാണ് അഭിനയിക്കുന്നത്. ഇവരെ വെച്ചാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു ഫാൻറ്റസി മൂവി, 3 മണിക്കൂറുണ്ട് പടം. അതുപോലെ ക്രിഞ്ച് ഫെസ്റ്റ്, ലാസ്റ്റ് നായകനൊക്കെ കണ്ണൊക്കെ ചൂഴ്ന്നെടുത്ത് ഫിറ്റാക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു എ ഐ ക്രിയേഷൻ മൂവി ആണെന്നാണ്. കാരണം പ്രഭാസിനെ കണ്ടാൽ പ്രഭാസ് ആണെന്ന് പറയില്ല, വേറെ ഏതോ ഒരു മുഖം, പ്രഭാസിനെ പോലെ തന്നെ വേറെ ഒരാൾ. അതുപോലെ തന്നെ ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഒരു സീനുണ്ട്. ലാലേട്ടൻ വന്ന് അമ്പ് ചെയ്യുന്നു, ഇൻ്റർവെൽ ആകുന്നു, പിന്നെ ലാലേട്ടനെ കാണാൻ പറ്റില്ല. ആ ഒരു സീനാണ് ലാലേട്ടനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രഭാസിൻ്റെ ഒരു അടിപൊളി ഫൈറ്റും കാര്യങ്ങളും ഉണ്ട് മൂവിയിൽ. ആ ഒരു ഫൈറ്റും കാര്യങ്ങളും നിങ്ങൾ മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണായിട്ടുള്ള അഭിപ്രായം. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പടം എന്തിനു വേണ്ടി ഇറക്കിയെന്നോ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നോ എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അത്രയ്ക്ക് അടിപൊളി പടമാണ് മൊണ്ണപ്പ. എല്ലാവരും പോയി കാണുക എന്ന ഒറ്റ വാക്യത്തോടെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഇതെൻ്റെ ചാനലിലെ 11ാമത്തെ വീഡിയോ ആണ്.